യുവേഫ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. സെമിഫൈനലിൽ ബയൺ മ്യൂണിക്കിനെ തോൽപ്പിച്ചാണ് റയൽ ഇത്തവണ ഫൈനൽ ഉറപ്പിച്ചത്. 15ാം കിരീടം ലക്ഷ്യമെടുത്ത റയൽ തോൽവി മുന്നിൽ കണ്ട മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയാണ് ഫൈനലിലേക്ക് മുന്നേറിയത്. ബ്രസീലിയൻ താരം വിനീഷ്യസ് ജൂനിയർ മത്സരത്തിൽ റയലിനായി മിന്നുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. സീസണിലുടനീളം മികച്ച പ്രകടനം നടത്തിയ വിനീഷ്യസ് ജൂനിയർ ഈ വർഷത്തെ ബാലൻഡിയോർ പുരസ്കാരം നേടുമെന്ന് റയൽ പരിശീലകൻ ആൻസെലോട്ടി പറയുന്നു. വിനീഷ്യസ് ബാലൻഡിയോർ നേടുന്നതിനടുത്താണെന്ന് താൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു ആൻസെലോട്ടിയുടെ പ്രതികരണം. ലോകോത്തര കളിക്കാരനാകാൻ എന്താണ് വേണ്ടതെന്ന് അറിവുള്ള വിനീഷ്യസ് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണെന്നും ആൻസെലോട്ടി വ്യക്തമാക്കുന്നു. റയൽ മാഡ്രിഡിനൊപ്പം സീസണിൽ ട്രിപ്പിൾ നേടാനുള്ള ശ്രമത്തിലാണ് വിനീഷ്യസ്. 2007 AC മിലാനൊപ്പം കക്കയാണ് അവസാനമായി ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിഗത അവാർഡ് നേടിയ ബ്രസീലിയൻ താരം. ബാഴ്സലോണയ്ക്കൊപ്പം യൂറോപ്യൻ ഫുട്ബോളിലേക്ക് നെയ്മർ ചുവടുവെച്ചപ്പോൾ ആ വരൾച്ച അവസാനിപ്പിക്കുമെന്ന് ആരാധകർ കരുതിയെങ്കിലും അതുണ്ടായില്ല. റൊണാൾഡോ റൊസാരിയോ 2 തവണയും റിവാൾഡോയും റൊണാൾഡിനോയും കക്കയും ബാലൻഡിയോർ പുരസ്കാരം ഓരോ തവണ കരസ്ഥമാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.